ഹലോ വെൽക്കം ടു മൈ ചാനൽ ഇസാസ് വേൾഡ്. നമുക്കിത് ബുർജ് ഖലീഫ ഒന്ന് വിസിറ്റ് ചെയ്താലോ? സോ കം ലെറ്റ്സ് ഗോ ടുഗെദർ ടു വിസിറ്റ് ബുർജ് ഖലീഫ. ഞാനും അമ്മയും കൂടിയാണ് ബുർജ് ഖലീഫ വിസിറ്റ് ചെയ്യാൻ പോകുന്നത്. കുറേ നാളായി ഞാനും അമ്മയോട് പറയുന്നത് ബുർജ് ഖലീഫയ്ക്ക് പോവാന്ന്. അങ്ങനെ ഞങ്ങള് ബുർജ് ഖലീഫയിൽ കയറാനുള്ള ടിക്കറ്റ് ഓൺലൈൻ വഴി ബുക്ക് ചെയ്തിട്ടാണ് പോകുന്നത്. 125th ഫ്ലോറിലാണ് നമ്മൾ ബുർജ് ഖലീഫയിൽ കയറാൻ പോകുന്നത്. അപ്പൊ മെട്രോയിലാണ് ഞങ്ങൾ പോകുന്നത്. ഞങ്ങൾ കാറൊന്നും എടുത്തില്ല. 1 ഡേ ഫുൾ സ്പെൻഡ് ചെയ്യാൻ തന്നെയാണ് തീരുമാനം. അപ്പോൾ നിങ്ങൾക്ക് അറിയാമായിരിക്കും, ദുബായ് മോളിൽ കൂടിയാണ് നമ്മൾ നടന്ന് ബുർജ് ഖലീഫയിൽ കയറാന്നുള്ള എൻട്രി എക്സിറ്റ് ഉള്ളത്. അപ്പോൾ ദേ ദുബായ് മോളിലെത്തി. നമ്മൾ ഒരുപാട് നടക്കാറുണ്ട്. പിന്നെ എനിക്ക് സുഖമാണല്ലോ, എന്നെ അപ്പ അല്ലെങ്കിലും അമ്മ എടുക്കുമല്ലോ. പക്ഷെ ഇപ്പൊ ഞാൻ നടക്കാൻ തുടങ്ങിയതുകൊണ്ട് എനിക്ക് നടക്കാനാണ് ഒരുപാട് ഇഷ്ടം. അമ്മേനെയും കുറെ വെള്ളം കുടിപ്പിച്ചിട്ടാണ് കേട്ടോ ഞാൻ നടക്കുന്നത്. കാണുന്ന എല്ലാവർക്കും ഞാൻ ടാറ്റ കൊടുക്കും, അവരും എനിക്ക് തിരിച്ചു തരും. അങ്ങനെ ഞാൻ ടാറ്റയൊക്കെ കൊടുത്ത് അമ്മയുടെയും കൂടി നടക്കുവാണ്. അമ്മയുടെ കുറെ പിടിച്ചു നടത്താൻ നോക്കുന്നുണ്ട്. ഞാൻ നിക്കോ, എനിക്ക് നടക്കണ്ടേ. അപ്പൊ ദേ ഞങ്ങള് നടന്നു. ഒരുപാട് നടക്കാറുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ ഞങ്ങൾ 1-2 കടയിലൊക്കെ കയറിയിട്ടാണ് നമ്മൾ ദുബായ് മോളിൽ എത്തിയത്. അവിടെ എത്തിയപ്പോ എനിക്ക് ക്യാൻഡി വേണം. ഒരു കുഞ്ഞുവാവ ക്യാൻഡി കഴിക്കുന്ന കണ്ടപ്പോ തൊട്ട് എനിക്കത് വേണം. ഒരു കണക്കിന് അമ്മേനെയും പറഞ്ഞ് സമ്മതിപ്പിച്ച് ഞാൻ ഒരു ക്യാൻഡി വാങ്ങി. അങ്ങനെ ക്യാൻഡിയൊക്കെ കഴിച്ചുകൊണ്ട് ഞങ്ങള് ദുബായ് മോളില് ഉള്ളിൽ കൂടെ നടന്ന് ബുർജ് ഖലീഫയിൽ എത്തുവായിരുന്നു. ഫ്രം ദ എൻട്രി ടു ദ സ്കൈ. അങ്ങനെ നമ്മളിത് ഈ സ്കൈ തൊടാൻ പോവാണ്. ഒരുപാട് നടക്കാറുണ്ട്. പോയവർക്കത് അറിയുന്നതായിരിക്കും. അങ്ങനെ ഞങ്ങൾ നടന്ന് എസ്കലേറ്റർ ഒക്കെ കയറിയിട്ടാണ് നമ്മൾ അതിന്റെ എൻട്രൻസിൽ എത്തുന്നത്. നമ്മൾ ഓൾറെഡി ടിക്കറ്റ് ഓൺലൈൻ ബുക്ക് ചെയ്ത കാരണം അത്ര കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ നിങ്ങൾക്ക് ഇതേ കാണാൻ പറ്റും, 52 സെക്കൻഡ് കൊണ്ട് 52 സെക്കൻഡ് കൊണ്ടാണ് 125th ഫ്ലോറിൽ നമ്മൾ റീച്ച് ആകുന്നത്. ഈ കാണാൻ പറ്റും നമുക്ക് ലിഫ്റ്റിന്റെ പുറത്തായിട്ട് ഏത് ഫ്ലോറിലാണ് എത്തിയിരിക്കുന്നത്. അറ്റ് ദ ടോപ്പ് സ്കൈ ബുർജ് ഖലീഫ. 83, 82, 81, 79 വിത്തിൻ സെക്കൻഡ്സിലാണ് നമ്മൾ ലിഫ്റ്റിലേക്ക് പോകുന്നതും വരുന്നതും നമുക്ക് കാണാൻ പറ്റും. ഞങ്ങൾ അങ്ങനെ ദേ ബുർജ് ഖലീഫയുടെ 125th ഫ്ലോറിൽ എത്തിയല്ലോ. എങ്ങനെയുണ്ട്? സൂപ്പർ വ്യൂ അല്ലേ? ഒരുപാട് ഇഷ്ടമായി. ചെറുതായിട്ട് ഞാൻ മുകളിൽ എത്തിയപ്പോ ഒന്ന് ഉറങ്ങി കേട്ടോ. കാരണം രാവിലെ എണീറ്റ് വന്നതാണേ. ഞങ്ങൾ എടുത്ത അപ്പോയിന്റ്മെന്റ് ടൈം എന്ന് പറയുന്നത് 2:30 to 3:30 ആണ്. 1 hour ആണ് നമുക്ക് വിസിറ്റിംഗ് ടൈം ഉള്ളത്. അങ്ങനെ ഞാൻ അവിടെ ചെന്ന് നോക്കിയപ്പോ ദുബായ് മൊത്തം കാണാം. ഒരു സൈഡില് ഓൾഡ് ദുബായും ഒരു സൈഡില് ന്യൂ ദുബായാണ് കാണുന്നത്. എങ്ങനെയുണ്ട് വ്യൂ? സൂപ്പർ അല്ലേ? എനിക്ക് ഒരുപാട് എക്സൈറ്റിംഗ് ആയിട്ടാണ് തോന്നിയത്. ബുർജ് ഖലീഫയുടെ ഒരു മിനി സ്ട്രക്ചർ ഒക്കെ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് LED ലൈറ്റിലാണ് ഉണ്ടാക്കിയേക്കുന്നത്. വളരെ രസമാണ് ഇത് കാണാൻ. ഫുള്ളായിട്ട് നമുക്ക് കാണാൻ പറ്റും അതിന്റെ ഒരു മിനി സ്ട്രക്ചർ. അപ്പൊ അമ്മ അത് ഫോട്ടോ എടുത്തിരിക്കുന്ന സമയത്ത് അപ്പ പറഞ്ഞു, എടി നിക്ക്, ഞാനൊരു ഫോട്ടോ അതിന്റെ ഫ്രണ്ടിൽ നിന്ന് എടുത്തു തരാന്ന്. ഞാൻ എന്നെ സമ്മതിക്കോ? ഞാനില്ലാതെ അമ്മ ആ ഫോട്ടോ എടുക്കുന്നോ? അങ്ങനെ പപ്പ എന്നെയും അമ്മയുടെ കയ്യിൽ കൊടുത്തു. പക്ഷെ ക്യാൻഡി വിട്ടൊരു കളിയില്ല കേട്ടോ. ഞങ്ങൾ അങ്ങനെ ക്യാൻഡിയൊക്കെ തിന്ന് ബുർജ് ഖലീഫ മിനിച്ചറിന്റെ ഫ്രണ്ടിൽ നിന്ന് ഒരു ഫോട്ടോ എടുത്ത് മോളിൽ നിന്ന് താഴെ നോക്കുമ്പോൾ ഒരു വ്യൂ ആണ്. എൻ്റയർ ദുബായ് നമുക്ക് കാണാൻ പറ്റും. ദുബായ് മാത്രമല്ല, UAE മൊത്തത്തിൽ നമുക്കൊരു മിനി സ്ട്രക്ചർ ആയിട്ട് കാണാൻ പറ്റും. വളരെ എക്സൈറ്റിംഗ് ആയിരുന്നു കാണാൻ വേണ്ടി. അപ്പൊ കുറേ ഫോട്ടോസ് എടുത്തു എന്റെയും അമ്മയുടെയും. ബുർജ് ഖലീഫയിൽ കയറിയതിന്റെ മെമ്മറീസ് വേണ്ടേ? ഒരുപാട് ഡിഫറെന്റ് ആംഗിൾസിലുള്ള ഫോട്ടോസ് എടുത്തു. ബബ്ബ ഒരു പോസിൽ ഇരുന്നിട്ട് അതേപോലെ എന്നോട് ഇരിക്കാൻ പറഞ്ഞു. ഇതിന്റെ ചെറിയൊരു ഷോർട്ട് സെറ്റ് ബബ്ബ ഇട്ടിട്ടുണ്ട് കേട്ടോ. കണ്ടാൽ നല്ല രസമായിരിക്കും എന്നോട് പ്രോമിറ്റ് ചെയ്ത് ഇരിക്കാൻ പറയുന്നത്. അത് കഴിഞ്ഞ് ഞങ്ങൾ താഴെ ഇറങ്ങിയിട്ട് അക്കൂറിയത്തിന്റെ ഫ്രണ്ടിൽ നിന്നും കുറച്ച് ഫോട്ടോസ് എടുത്തു. അകത്ത് കയറാൻ പറ്റിയില്ല, കാരണം ടൈം കഴിഞ്ഞിരുന്നു. നമ്മൾ വേറൊരു ദിവസം ദുബായ് അക്വേറിയത്തിൽ വരുന്നതായിരിക്കും. അതും നല്ല എക്സൈറ്റ്മെന്റ് ആയിട്ടുള്ള കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്. അപ്പൊ അത് നമ്മൾ വേറൊരു ദിവസം വരും. അപ്പോൾ നമ്മൾ അക്വേറിയത്തിന്റെ ഫ്രണ്ടിൽ നിന്ന് ഫോട്ടോസ് ഒക്കെ എടുത്ത്, വാട്ടർ ഫൗണ്ടേഷന്റെ ഫ്രണ്ടിൽ നിന്ന് ഫോട്ടോസ് ഒക്കെ എടുത്ത്, വീഡിയോസ് എടുത്ത് നമ്മൾ പയ്യെ പുറത്തേക്ക് ഇറങ്ങി. അപ്പൊ തിരിച്ചു പോകാനുള്ള തയ്യാറെടുപ്പാണേ. ഞങ്ങൾ ഒരു 11:30 വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ വീട്ടിലെത്തിയപ്പോ ഒരു 6:30 എന്തോ ആയി രാത്രി. അപ്പൊ ഇത് ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് വേഗം വരാം. നമ്മൾ എടുത്ത ഫോട്ടോസും കുറച്ച് കാണിക്കുന്നുണ്ട്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് ഫോളോ us. ടാറ്റ, ബൈ ബൈ, ലവ് യു ഓൾ.